ഫ്രാൻസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളൊരു അടിപൊളി മാജിക്കിലൂടെ ആണ് കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മാജിക് ചെയ്യുക. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ കമൻറ്റൊക്കെ താഴെ രേഖപ്പെടുത്തുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മാജിക്കിലൂടെ പോകാം. ഹായ് ഗൈസ്, ഇത് നോക്കിയോളൂ. ഇതൊരു സാധാരണപ്പെട്ടൊരു ഇതാണ് കുപ്പി അടപ്പ് അടയ്ക്കാൻ പറ്റുന്നത്. ഇതേപോലത്തെ ഒരു ഇതാണ് കുപ്പി. ഓക്കെ, ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇത് ഡൈസാണ്. ഇതിൽ 4, 6, 2 അങ്ങനെ ഡിഫറെൻ്റായ ഡൈസാണ്. അപ്പോൾ എന്താ വേണ്ട പറഞ്ഞാൽ ഇതിലേക്ക് ഞാൻ കാണുന്നത് ഡൈസ് ഇട്ടിട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ, ഞാൻ ഏതാണെന്ന് പറയും. ഇതിൽ ഏതാ ഡൈസ് വെച്ചെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇതുണ്ടാക്കാം. ഈ ഡൈസ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ടു. ഓക്കെ, ടെസ്റ്റ് തടച്ചിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചു. ഇനി അത് ഏതാണെന്ന് ഞാൻ പറയാൻ പോകാം. ക്യാമറമാൻ ഇപ്പോൾ അവിടെ ഉണ്ടായത് ക്യാമറമാനാണ് അതിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചോദിക്കുകയാണ്, ഇത് വെച്ചിരിക്കുന്നത് നമ്പർ 5 ആണ്. യെസ്, നമ്പർ 5. യെസ്, യെസ്. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മൾ ഒരു അടിപൊളി മാജിക് അതൊരു വീട്ടിലൊക്കെ കാണിക്കാത്ത എല്ലാം കാണിക്കാത്ത ഒരു 8 കാർഡ്സ് നമ്മുടെ കയ്യിൽ നിന്ന് 10 കാർഡ്സിന് നമ്മൾ എവിടെയും കാണിക്കാത്ത നല്ലൊരു മാജിക്കാണ് അവതരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മാജിക് ഇതുപോലെ. ഓക്കെ 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 അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കാർഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നല്ലപോലെ ഷഫിൾ ചെയ്യാൻ. അപ്പോൾ ഇതിന് ഇന്നത്തെ എന്നെ മാജിക്ക് വേണ്ടി ഒരു ക്യാമറമാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്യാമറമാൻ എന്ത് ചെയ്യുന്നത്, ഇതൊന്നും ഇഷ്ടമുള്ളൊരു കാർഡല്ല. ഇഷ്ടമുള്ള കാർഡ് ഞാൻ കാണാതെ ഇഷ്ടമുള്ള കാർഡ്. ഓക്കെ, ഞാൻ കണ്ടിട്ടില്ല. ആ കാർഡ് അവിടെ വയ്ക്കാം. ഞാൻ അവിടെ കുറച്ച് കാർഡുകൾ എന്ത് ചെയ്യണം, എണ്ണയിട്ട് കുറച്ച് കാർഡുകൾ ഇവിടെ വയ്ക്കും. 4 പാർട്സ് ആക്കി വെച്ചു. ഇനി എന്താ വേണ്ടതെന്ന്, ഈ എടുത്ത കാർഡ് ഉണ്ടല്ലോ, ഏത് കാർഡാണ് എടുത്ത് വെച്ചാൽ ആ കാർഡ് എടുത്ത് ഇതിന്റെ മുകളിൽ വയ്ക്കാം. ഇതിന് ഇവിടെ വെച്ചു അല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യണം, ഈ കാർഡ് എല്ലാ കാർഡുകളും ഓൾറെഡി ഷഫിൾ ചെയ്ത കാർഡാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു കാർഡ് എടുത്തു. ഓക്കെ, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഏത് കാർഡാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഇപ്പൊ ഇതിൻ്റെ ഇടയിൽ എവിടെയോ ആ കാർഡ് കിടക്കുന്നുണ്ട്. ഇനി ഞാൻ എന്താ പറയുക, ആ കാർഡ് ഞാൻ കണ്ടുപിടിക്കുകയാണ്. ആ കാർഡ് കണ്ടുപിടിക്കാതെ ഈ കാർഡിനോട് തന്നെ ചോദിക്കുകയാണ്, എനിക്ക് ആ കാർഡ് കണ്ടെത്തിച്ച കാർഡ്. ഓക്കെ, അപ്പോൾ ഈ കാർഡ് എനിക്ക് ആ കാർഡ് ഏതാണ് ക്യാമറമാൻ കാർഡൊക്കെ ആ കാർഡ് എനിക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നമ്മൾ 2 പാർട്സ് ആക്കി ആദ്യം വെക്കുകയാണ്. രണ്ട് പാർട്സ് ആക്കിയിട്ട് ഞാൻ നോക്കുകയാണ് ഏതിലാക്കാൻ. ഇത് കനം കുറവാണ്, ഇത് കനം കൂടുതൽ. അപ്പോൾ ഈ കനം കൂടുതലൊന്നും സെലക്ട് ചെയ്ത കാർഡ് അതിലാവുന്നില്ല. ഈ കനം കുറഞ്ഞതായിരിക്കും കാർഡ് ഉണ്ടാവുക. അങ്ങനെയാണ് ഈ കാർഡ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കറിയില്ല, എൻ്റെ അടുത്ത് കാർഡ് അങ്ങനെ പറഞ്ഞത്. അതായത് കനം കുറഞ്ഞതാണ് ക്യാമറമാൻ സെലക്ട് ചെയ്ത കാർഡ് ഇരിക്കുന്നത്, മറ്റേതില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇങ്ങനെ വീണ്ടും നോക്കുകയാണ്. വീണ്ടും നോക്കിയപ്പോൾ ഇത് കനം കുറവ്, ഇത് കനം കൂടുതൽ തന്നെ, കനം കൂടുതലാണ്. അപ്പോൾ ഇതിനൊന്നും കാർഡ്
ഇതിലുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും ആക്കുകയാണ്. ഇല്ല, വീണ്ടും ഇല്ല. ഇപ്പൊ ഉള്ള എൻ്റെ കയ്യിലുള്ള 3 കാർഡ്സ്. ഓക്കെ, ഈ 3 കാർഡിനെ ഞാൻ വീണ്ടും 1 2 3. അവസാനം ലാസ്റ്റ് കിട്ടിയ ഈ ഒരു കാർഡുണ്ട്, ഒറ്റ കാർഡാണ് എൻ്റെ കയ്യിൽ. ഈ കാർഡായിരിക്കും നേരത്തെ എടുത്ത കാർഡെന്ന് ഞാൻ പറയുന്നു, വിചാരിക്കുന്നു. അറിയില്ല, നമുക്ക് നോക്കി നോക്കാം ശരിയാണോ തെറ്റാണോ. ഈ കാർഡാണ് ജോസഫ്. അപ്പൊ ഇത്രയുള്ളൂ മാജിക്. ഇതാണ് ഒരു നല്ലൊരു സൂപ്പർ മാജിക് ആണ്. അപ്പൊ ഈ മാജിക് ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.